പരിശുദ്ധ പിതാവേ, പരിശുദ്ധ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ചിന്തകളെയും നനവുകളെയും വിചാരങ്ങളെയും ആലോചനകളെല്ലാം വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. പുത്രൻ മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു സുദിനം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവകാര്യങ്ങളെ നമ്മളെ അർപ്പണം ചെയ്യാം. 39-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇതും ദാവീദിന്റെ തന്നെ സങ്കീർത്തനം. എൻ്റെ ഹെഡിങ്ങിൽ ശീർഷകങ്ങൾ പറയും യദൂദൂൻ എന്ന സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ്. എല്ലാം അപേക്ഷകളും പ്രാർത്ഥനകളും സമ്മിശ്രമായി ഡയലോഗ്സ് ടുവേർഡ്സ് ഗോഡ്, ദൈവത്തോടുള്ള സംസാരവും മറ്റുള്ളവർക്കുള്ള പ്രബോധനങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ളതായിട്ട് നമ്മൾ കാണുകയാണ്. ഈ 39-ാം സങ്കീർത്തനം വളരെ അർത്ഥവത്തായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് മനുഷ്യ ആയുസ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയുന്ന, തന്നെക്കുറിച്ച് തന്നെ സെൽഫ് എക്സാമിൻ, സ്വയ പരിശോധന നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1-ാമത്തെ വാക്യം മുതൽ ഒരു 13 വാക്യങ്ങളുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ നാം കാണുകയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. I said, I will be careful what I do. ഇവിടെ ഒരു ദുഷ്ടന്റെ മുമ്പിലിരിക്കുമ്പോൾ തൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് ഇത് പറയും. ഇവിടെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കും. നാവ് ഏറ്റവും വലിയ ദോഷം നിറഞ്ഞതെന്നാണ് പറയുന്നത്. നല്ലതിന് ഉപയോഗിക്കാം, പക്ഷെ ഈ ചെറിയ അവയവമാണ് എങ്കിലും അത് വളരെ വമ്പ് പറയുന്നതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. വലിയ കാട് കത്തിക്കാൻ വലിയ തീ വേണ്ട, ചെറിയൊരു തീ പൊരിമതി എന്ന് പറഞ്ഞതുപോലെയാണ് നാവെന്ന് പറയുന്നത്. സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഓരോരുത്തർ പറഞ്ഞതിനെ കുറിച്ചൊക്കെയാണ് എന്നും, അല്ലേ? അവിടെ വായിൽ നിന്ന് വന്നു പോയ വാക്കുകൾ, വീണുപോയത് തിരിച്ചെടുക്കാൻ പറ്റാത്തവണ്ണം, പിന്നെ അത് എങ്ങനെ ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞ ട്രോളുകളായിട്ടും എല്ലാം അത് മാറുകയാണ്. വിമർശനങ്ങളായിട്ടും സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട് ചില വാക്കുകൾ. ചില മർഡറിങ്, അത് അന്യനെ വധിക്കുന്നതിന് വരെ, അന്യനെ അപായപ്പെടുത്തുന്നതിന് വരെ ഇടയായിത്തീരുന്നതാണ് നാവെന്ന് പറയുന്നത്. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിപ്പിക്കാനും നാവ് കൊള്ളാം, മരണത്തിന് ഹേതുവാകുന്നതും നാവായിട്ട് തന്നെ ഇവിടെ പറയുകയാണ്. ഇത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരിതാണ്. ഒരു കപ്പലിൻ്റെ ചുക്കാൻ അതെങ്ങനെയായിരിക്കണം, അത് എത്ര ഇതായിട്ട് നിയന്ത്രിക്കേണ്ട, ചെറുതാണ്, പക്ഷെ ആ വലിയ കപ്പലിനെ നിയന്ത്രിക്കേണ്ട ഒരു ചുക്കാൻ എന്ന് പറയുന്ന പോലെയാണ്. വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വേണമെങ്കിൽ പറയാം, നമുക്ക് ഇന്നത്തെ പറയാം. എന്നാൽ അത് ശരിയായിട്ടത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. നാവ് ചെറിയ അവയവെങ്കിലും വളരെ മുമ്പ് പറയുന്നു, കുറഞ്ഞത് എത്ര വലിയ കാട്, നാവും ഒരു തീ തന്നെയെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ 5-6 വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അത് നാവിനെ കടിഞ്ഞാൺ ഇടണമെന്ന് പറയുന്നത്. ഇപ്പൊ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ടാൽ കുതിരയെ നല്ല ദിശയിൽ നയിക്കാം, അതിനെ പ്രയോജനപ്പെടുത്താം. കടിഞ്ഞിട്ടില്ല കുതിരയെ കൊണ്ടൊന്നും പ്രയോജനമില്ല. അപ്പൊ ആ കടിഞ്ഞാൺ പോലെ നമ്മുടെ നാവിന് കടിഞ്ഞാണിട്ടാൽ അത് അനുഗ്രഹമായി തീരും. പിന്നെ കടിഞ്ഞാണിടാത്ത നാവുള്ളത് ഭക്തിയല്ലെന്നാണ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ എന്നാണ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തില് 26-ാമത്തെ വാക്യത്തിലേക്ക് പറയാണ്. അപ്പൊ നാവിന് കടിഞ്ഞാണിടുക എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും നമ്മൾ സൂക്ഷ്മതയോടെ, അതാണ് സംഗീതക്കാരൻ്റെ പ്രാർത്ഥനയുണ്ട്, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം എൻ്റെ വായിലെ വാക്കുകളും നിനക്ക് ഹിതകരമായിരിക്കണമെന്ന്. നമ്മൾ വാക്കുകൾ സൂക്ഷിച്ച് അത് നല്ലതുപോലെ പറയുവാനായിട്ട് ശ്രമിക്കണം. നീതിമാന്റെ അധരം, നാവ് അല്ലെങ്കിൽ മേത്തരമായ വെള്ളി എന്നൊക്കെ പറയും, പലതിനോട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷ്മതയോടെ, അത് ചുമ്മാ കടിഞ്ഞാണില്ലാതെ ഇങ്ങനെ പറയുന്നതായിരിക്കരുത്.
ഓരോന്നും നമ്മൾ പറയാം അളന്ന് തൂക്കി പറയുന്നതെന്ന് പറയുമ്പോൾ അത് വിലയേറിയ മുത്ത് പ്രഷ്യസ് ആയിട്ട് മാറണം, പെരീഷബിൾ ആയിട്ട് മാറരുത്. പ്രഷ്യസ് ആകണം, നോട്ട് പെരീഷബിൾ. ആ നാശത്തിനിരയായി തീരുന്നത് അത് വിലയേറിയതായിട്ട് മാറണം. അത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കാണുന്നുണ്ട് പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരുടെ നാവിനെ നിയന്ത്രിക്കുന്നത് അഗ്നിനാവുകൾ പോലെ അവരുടെ മേൽ വന്ന് ഇറങ്ങുകയാണ്. അവരുടെ നാവിനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ നാവിൽ ദൈവസ്തുതിയുടെ അനുഗ്രഹം വന്ന് നിറയുക, ഏറ്റുപറച്ചിലിന്റെ ധൈര്യം വന്ന് നിറയുകയാണ്. നാവിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കും. ഹൃദയത്തിൽ ദൈവസ്നേഹവും ദൈവകൃപയും നിറഞ്ഞാൽ നമ്മുടെ അതിരങ്ങളിൽ കൂടെ അത് തന്നെ വരും. ഹൃദയവും നാവും വലിയൊരു ബന്ധമാണ്, അത് പരസ്പര പൂരകങ്ങളാണ്. ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. ഹാർട്ട് ആൻഡ് ടങ് എന്ന് പറയുന്നത്, ഹൃദയവും നാവും എന്ന് പറയുന്നത്. ഒത്തിരി അവസ്ഥയിൽ നമുക്ക് പറയാനായിട്ട് ഒത്തിരി ഡീലിങ്സ്, മനുഷ്യൻ ഡീലിങ്സിലെല്ലാം പ്രതിഫലിക്കും. അതിൽ മാത്രം നമ്മൾ നിൽക്കുന്നതിന് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും, ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്ന് എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഉരിയാടാതെ ഊമനായിരുന്നു, ഐ കെപ്റ്റ് ക്വയറ്റ്, നോട്ട് സേയിങ് എ വേർഡ്. അങ്ങനെ ശാന്തമായിരിക്കുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ ചൂട് പിടിക്കുകയാണ്. ഈ ധ്യാനവും പ്രാർത്ഥനയും രണ്ടും ചേർന്ന് പോകേണ്ട ഒരു ഇതാണെന്ന് പറയും. ധ്യാനം, അതായത് എന്നെ പറയുന്നത്, ഈ പ്രാർത്ഥനയുടെ ഇങ്ങനെ ചില ചിന്തകൾ ഇങ്ങനെ പറയാറുണ്ട്. പ്രാർത്ഥനയുടെ നേഴ്സ് എന്നാണ് ധ്യാനത്തെ ചില പറയുന്നത്. പ്രാർത്ഥനയുടെ നേഴ്സ് എന്ന് പറഞ്ഞ സഹായം. പിന്നെ ഈ വിളക്കിനെണ്ണ പോലെ ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം സഹായിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയുടെ ദീപവും കെട്ടുപോകും. പിന്നീട് പറയാറുണ്ടോ, ഈ ധ്യാനവും പ്രാർത്ഥനയും സയാമീസ് ഇരട്ടകളെ പോലെയാണെന്ന്. ഏതെങ്കിലും ഒന്നിനെ വേർപെടുത്തിയാൽ മറ്റത് മരിച്ചു പോകും. അതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിലൊക്കെ ഒരു വളരെ മനോഹരമായ ഒരു ഇത് കാണുന്നുണ്ട്. ഇസഹാക്ക് അല്ലെ, ഇസഹാക്കിന് എന്തുമാത്രം, അബ്രഹാം തന്നെ ബഹുസമ്പന്നനായ സമ്പത്തിനല്ലേ ഇസഹാക്ക് അവകാശിയായി തീർന്നു. പക്ഷെ ആ ജോലിയുടെ നടുവിലും ഇസഹാക്ക് വൈകിട്ട് വെളിംപ്രദേശത്തേക്ക് ധ്യാനിക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു. ടു ദ ഫീൽഡ്, ഒരു കാമായിട്ടുള്ള സ്ഥലത്തേക്ക് ധ്യാനിക്കാൻ വേണ്ടി പോയി എന്നാണ് അവൾ വായിക്കുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യ ജീവിതത്തിൽ അവന്റെ ജോലി തിരക്ക് അങ്ങനെ ഇങ്ങനെ ഓടാനല്ല, അവൻ കാമായിട്ട് ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കാൻ, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ ഒക്കെ ഇടയായി തീരണം. അത് അനുഗ്രഹീതമായ ജീവിതമായി തീരും. മനുഷ്യൻ എന്തിനു വേണ്ടി ഓടുന്നേ? മനുഷ്യന്റെ ആയുസ് അത് തുടർന്നു വരികയാണ്. കാരണം എന്താണ്? 4-ാമത്തെ വാക്യം, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകൾ 4 വില നീളമൊക്കെ ഇരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയായിരിക്കുന്നു. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരെയൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്ങളിൽ നിന്ന് വരുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുതേ. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധകൾ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. അവിടെ പറയേ, അതിനകത്ത് തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലേ. എത്ര ക്ഷണികനാണ് മനുഷ്യന്റെ ആയുസ്, പുല്ലുപോലെയാന്ന് പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് തിരുവനന്തപുരത്ത് രൂപങ്ങൾ പറയുന്നുണ്ട്. ഒരു നെടുവീർപ്പ് പോലെ കഴിഞ്ഞു പോകുന്നു പറയുന്നു. പരദേശവാസമാണെന്ന് പറയുന്നു. ഒരു ഓട്ടാളനെ പോലെ, അതായത് ഈ കത്തൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു പോസ്റ്റ്മാൻ പോലെയാണെന്ന് പറയുന്നുണ്ട്. കഴുകന്റെ റാഞ്ചൽ, പെട്ടെന്ന് കഴുകന്റെ ചില പക്ഷികൾ, ചില ജീവികളൊക്കെ റാഞ്ചി കൊണ്ടുപോകുന്ന പോലെ പെട്ടെന്ന് ആയുസ് ഇത് മാറും. ഒരു നീളം എന്ന് പറയുന്നു. ഇടയന്റെ കൂടാരം പോലെയാണെന്ന് പറയുന്നു. നെയ്ത്തുകാരന്റെ ഓടം എന്ന് പറയുന്ന പോലെയാകുന്നു. ഈ നെയ്തുകൊണ്ടിരിക്കുന്നതിന് പാവിൽ നിന്ന് അറുത്തു കളയുന്നതിനോട് സാമ്യപ്പെടുത്തി പറയുന്നുണ്ട്. അത് പുല്ല് പോലെയാണെന്ന് പറയുന്നുണ്ട്, സ്വപ്നം പോലെയാണെന്ന് പറയുന്നുണ്ട്, ഉറക്കം പോലെയാണെന്ന് പറയുന്നുണ്ട്, ആവി പോലെയാണെന്ന് പറയുന്നുണ്ട്, നിഴല് പോലെയാണെന്ന് പറയുന്നുണ്ട്, തൂകിയ വെള്ളം പോലെയാണെന്ന് പറയുന്നുണ്ട്, മഞ്ഞു പോലത്തെ മേഘം, അത് കാറ്റ് മുതലായ അതൊക്കെ അതിനെ കാണിക്കുന്നതായിട്ട് പറയുന്നതാണ്. അതിലൂടെ പറയുകയാണ്, ഏത് മനുഷ്യൻ ഉറച്ചു നല്ല ഒരു ശ്വാസം മാത്രമാണ്. നീ എൻ്റെ ആയുസ്സിനെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു പറയുന്നുണ്ട് 5-ാമത്തെ വാക്യം. അത് 4 വിരൽ നീളം എന്ന് പറഞ്ഞതാണ്. ചുരുക്കി പറയാം, അങ്ങനെ ആയിരിക്കും. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ബാല്യം അഥവാ ശൈശവം അഥവാ ബാല്യം, കൗമാരം അഥവാ യൗവനം,
2ആയോ? മൂന്നാമത്തെ മധ്യവയസ്കർ 3ആയി. 4-മത്തത് വാർദ്ധക്യം. ഇതാണ് 4 വിരൽ എന്ന് പറയുന്നത്. 4 വിരൽ നീളം അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൈ ഒരു ചാൺ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് അങ്ങനെ അർത്ഥങ്ങൾ കൊടുക്കാം. ഏതായാലും മനുഷ്യന്റെ ആയുസ് ക്ഷണികമാണ്. പക്ഷെ ദൈവം നമുക്ക് തരുന്ന നിത്യജീവനാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തു. ഏത് മനുഷ്യൻ ഉറച്ചെന്നാലും ഒരു ശ്വാസം അത്രേ മനുഷ്യന്റെ പേര് നിഴലായി നടക്കുന്ന അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, ധനം സമ്പാദിക്കുന്നു, ആരും അനുഭവിക്കുന്ന അറിയുന്നില്ല, എല്ലാം ക്ഷണികമാണ്. അപ്പൊ ദൈവത്തെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ പാട്ട് പറഞ്ഞു, എന്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ അവിടെ പറയുകയാണ്, എൻ്റെ സമ്പത്ത്, നമ്മുടെ എല്ലാ സമ്പത്ത് ദൈവം സമ്പത്തായിട്ട് മാറണം. അപ്പം നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വരും. അത് ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹമായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ റോമ ചക്രവർത്തിമാർ അവിടെ പ്രകടനത്തിന് നടത്തുന്ന ഘോഷയാത്രകളിൽ, ആ പ്രൊസഷനിൽ ഏറ്റവും മുമ്പിൽ ചണനാര്, ഈ ചാക്ക് ഇത് ഉണ്ട്, കയറ് പോലെ ചണനാര് കത്തിച്ച് കാണിച്ചുകൊണ്ട് എല്ലാ മഹത്വം ഇതുപോലെ നശിച്ചു പോകുന്നതെന്ന് വിളിച്ചു പറയുന്ന ഒരാൾ അങ്ങനെ നടക്കുമെന്ന് പറയുന്നത്. ഒരു ചണനാര് കത്തിച്ചുകൊണ്ട് നടക്കും. ഈ രാജാവിന്റെ, ചക്രവർത്തിയുടെ പ്രതാപവും എല്ലാം നൈമിഷികമാണ്, നശിച്ചു പോകും. അധികാരവും മഹത്വവും മാനവും സുഖവും എല്ലാം ക്ഷണികമാണെന്ന് അവരെ ഓർമ്മപ്പെടുത്താനാണ്, രാജാവിനെ ഓർമ്മപ്പെടുത്താനാണ്, പ്രജകളെയും പ്രേക്ഷകരെയും എല്ലാം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നിലനിൽക്കുന്നത്? ദൈവികമായിട്ടുള്ള ദൈവിക സത്ത, ദൈവിക ഉണ്മ, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറണം. എന്നിട്ടൂടെ പറയാണ്, യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ, എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുത്. കണ്ണുനീര് എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമാണ് കണ്ണുനീര് എന്ന് പറയുന്നത്. ഈ വാക്കുകളെക്കാൾ അധികമാണ് കണ്ണുനീർ സംസാരിക്കുന്നത്, അതല്ലേ? എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ, ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. അമേരിക്ക കണ്ടുപിടിച്ചവരെ കുറിച്ച്, അവരുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് അവർ പറയുന്നത്. പരദേശവാസികളായ പിതാക്കന്മാരെന്നാണ് പറയുന്നത്. അവരൊരു ദേശത്ത് മറ്റൊരു ദേശത്ത് പോയി വസിച്ചു, കണ്ടുപിടിച്ചു, അമേരിക്ക ഇത് കണ്ടുപിടിച്ചുവെങ്കിലും അവിടെയും പരദേശവാസികൾ എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോയില്ലാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കുന്നതിൻ്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റണമേ എന്ന്. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. അബ്രാഹാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന അടിസ്ഥാനങ്ങളുള്ള നഗരമായി കാത്തിരുന്നു എന്നാണ് പറയുന്നത്. അവർക്കൊരു വരാനിരിക്കുന്നതായിരുന്നു അവരുടെ ദേശം എന്ന് പറയുന്നത്. അവർ ഒരു ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും ആ നഗരത്തിനു വേണ്ടി അവർ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. വാഗ്ദത്തം നിവർത്തി. അത് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വാഗ്ദത്തം അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു വിശ്വാസത്താൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനായിട്ട് നാവും ഹൃദയവും മനസ്സും എല്ലാം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ചിന്തകളെല്ലാം ഇങ്ങനെ ഏകാഗ്രമാക്കുക. ഒരു ലെൻസിൽ ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ ഒരു ലെൻസിൽ നമ്മൾ കേന്ദ്രീകരിച്ച് അത് കത്തിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കണം. ഈ ടെക്നിക്കൊന്നും വേണ്ട, ഇന്നത്തെ ആധുനിക ടെക്നിക്കിലേക്കൊന്നും പോകരുത്. ആശ്രയിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മൾ ഉള്ള അവസ്ഥയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവം ചെയ്ത നന്മകളെ ഓർത്തുക, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പകരുക, നമ്മുടെ വേദനകൾ പറയുക, അല്ലെങ്കിൽ ദൈവം തന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അത് ഉച്ചത്തിലും സ്തുതിക്കാം, അത് ആന്തരികമായി നമ്മുടെ ഹൃദയത്തിലും സ്തുതിക്കാം. ഉച്ചത്തിൽ പാടാം, ഹൃദയത്തിലും പാട്ട് പാടാം, അല്ലെ? ആത്മാവ് നിറഞ്ഞതായ സങ്കീർത്തനങ്ങളായാലും സ്തുതികളായാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും കീർത്തനം ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അത് ഹൃദയത്തിലും പാട്ടുണ്ട്, ഹൃദയത്തിൽ പാട്ട് പാടാം, ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിക്കാം, ഹൃദയത്തിൽ മനനം ചെയ്യാം, ധ്യാനിക്കാം. എല്ലാറ്റിനും ദൈവം നമ്മളെ സഹായിക്കട്ടെ, പ്രാർത്ഥിക്കാം. അപ്പോൾ മനുഷ്യർക്ക് സാധ്യം, ദൈവത്തിന് സർവ്വ സാധ്യം. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ചിന്തകളെ വിചാരങ്ങളെല്ലാം ശുദ്ധീകരിക്കുന്ന ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാണിടണമേ, ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങളെ തൊടണമേ. ആദിമസഭയിൽ അപ്പോസ്തലന്മാരിൽ നിന്നറിഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും എല്ലാം വിശുദ്ധമായിരിക്കട്ടെ കർത്താവേ. എല്ലാം ദൈവത്തിൻ്റെ പ്രസാദകരമായിരിക്കണമേ. എല്ലാ നന്മകളും നിറയ്ക്കണമേ. രക്തത്താൽ പൊതിയണമേ. തിരുനാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാനാമം മഹത്വപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ. ഉണരുക നീയൻ ആത്മാവേ, ചേരുക യേശുവിൻ അരികിൽ.
തുണയവനല്ല താരുള്ളൂ. കീടകൾ നമ്മെ പാലിപ്പാൻ